ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹരിതാപവും പച്ചപ്പും കൃഷിയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കണ്ടനാടാണ്. തിരുവാങ്കുളം കോട്ടയത്ത് പാറ കൂടിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ കണ്ടനാട് ജംഗ്ഷൻ വരുന്നത്. ഈ ഒരു ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് ഷാപ്പ് റോഡ്, ഈ ഒരു റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇപ്പോൾ പറഞ്ഞൊരു കൃഷിത്തോട്ടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 വർഷവും 2023-ലും 2024-ലും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും നമ്മൾ കൃഷി കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൃഷി മാത്രമല്ല, മെയിനായിട്ട് നമ്മൾ വന്നേക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സൂര്യകാന്തി പാടം കാണാനായിട്ടാണ്. അങ്ങനത്തെ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 2:30-3 മണിയുടെ ഒക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ പാടത്തിൻ്റെ അടുത്ത് വന്നെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ വന്ന് കാണുന്നത് തന്നെ ഒരു ചീര കൃഷിയാണ് കേട്ടോ. ഈ ഒരു സൈഡ് മുഴുവനായിട്ടും ചീരയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഏകദേശം ഒരേ പൊക്കത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്നൊരു ചേട്ടൻ പറിച്ചിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ സന്ദർശകർക്ക് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയുടെ 2 സൈഡിലായിട്ടും ജമന്തിയുടെ കൃഷിയും കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ട് ഇതുപോലെ അച്ചിങ്ങ, അതുപോലെ തന്നെ പീച്ചിങ്ങ, പടവലം, അങ്ങനത്തെ സംഭവങ്ങളും വള്ളി കെട്ടി ഇതുപോലെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ഇങ്ങനെ ജമന്തിയുടെ കൃഷി അല്ലാതെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ നമുക്ക് സൂര്യകാന്തി കാണാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനത്തെ നമ്മൾ 2 ടിക്കറ്റും മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സൂര്യകാന്തി കാണാനായിട്ട് പോകാം. കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടി നല്ല ഉഷാറോടുകൂടി തന്നെയാണ് കേട്ടോ സൂര്യകാന്തി ചെടികളെല്ലാം ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മഴയൊക്കെ ഉള്ള കാരണം എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈവനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിലൊക്കെ അടിച്ചതിൻ്റെ ഒരു ക്ഷീണം അങ്ങനെ കാര്യങ്ങളൊന്നും ചെടികൾക്ക് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ. പതിവ് തെറ്റാതെ ഈ വർഷവും നമ്മളൊരു കാഴ്ച കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വെക്കേഷൻ ടൈമിൽ മക്കളെ കൊത്തിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കണ്ടനാട് സൂര്യകാന്തി പാടം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് സൂര്യകാന്തിയുടെ കൃഷി ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കൃഷികളാണ്, ജൈവ പച്ചക്കറി കൃഷികളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ മുഴുവനായിട്ടും സൂര്യകാന്തികളെല്ലാം വിരിഞ്ഞ് ഏകദേശം ഇതും എല്ലാം ഒരേ പൊക്കത്തിലൊക്കെ തന്നെയായിട്ടാണ് വളർന്നു നിൽക്കുന്നത്. ഇടവേളയായിട്ട് ചോളവും കൂടിയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൂര്യകാന്തി കണ്ടതിന് പുറമെ അടുത്തായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പടവലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ആയിരുന്നു കേട്ടോ. പടവലം മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ പീച്ചിലും അതുപോലെ തന്നെ ചുരക്കയും രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പന്തലിക്കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതിൽ. ഒരുപാട് വിളവെടുത്ത് ഇനി വിളവെടുക്കാനായിട്ടും ഒരുപാട് പടവലും അതുപോലെ തന്നെ പീച്ചിലും ചുരക്കയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലായിട്ട് വെണ്ട കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഒരുപാട് വെണ്ടകളെല്ലാം വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് മുഴുവനായിട്ടും വെണ്ടയുടെ കൃഷി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ വരുന്ന ആയിരിക്കൂട്ടോ കുറച്ചുകൂടി നല്ലത്. സൂര്യകാന്തി കാണാൻ വരുന്നവരും അതുപോലെ തന്നെ ഈ പച്ചക്കറി മാത്രം മേടിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഉള്ളിൽ മറ്റേ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഷമാമാണ്. ഷമാമും ഒരുപാട് വിളവെടുക്കാനായിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് പൊട്ടുവെള്ളരിയാണ്. പൊട്ടുവെള്ളരിയും ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വിളവെടുത്തത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിളവെടുക്കാനായിട്ട് ഇവിടെ കുറേ തയ്യാറായി കിടക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെയായിട്ട് ഈ കാണുന്നത് കുമ്പളങ്ങിയാണ് കേട്ടോ. ഈ ഒരു സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ പടർന്നു പോയി കിടക്കുന്നത്. കുമ്പളങ്ങയുടെ കൂടെ തന്നെയായിട്ട് മത്തങ്ങയും മിക്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട പച്ചക്കറികളെല്ലാം ഇവിടെ സെയിലിനായിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ മേടിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് തണ്ണിമത്തങ്ങ, അതുപോലെ തന്നെ അച്ചിങ്ങ, ചീര, വെണ്ടയ്ക്ക, പീച്ചിങ്ങ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഇവിടെ നിന്ന് പറിക്കുന്ന പച്ചക്കറികളെല്ലാം തൊട്ടപ്പുറത്ത് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ വിൽക്കാനും ഇവർ വണ്ടിയിൽ ഇങ്ങനെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണ്ണിമത്തങ്ങ തന്നെ 3-4 വെറൈറ്റീസ് ഉണ്ട്. ഉള്ളു റെഡ് വരുന്നുണ്ട്, പുറമെ യെല്ലോ കളറും ഉള്ള റെഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ കളറ്, പിന്നെ ഓറഞ്ച് കളറൊക്കെ മഞ്ഞ തണ്ണിമത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പടവലങ്ങ, വെള്ളരി, ചൊരയ്ക്ക, അതുപോലെ തന്നെ പീച്ചിങ്ങ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വണ്ടിയിൽ ഇവർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതപ്പുറം റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയിൽ നിന്ന് കുറച്ച് നമ്മൾ ചീര എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ തണ്ണിമത്തങ്ങയുടെ ആ ഒരു ജ്യൂസ് ഇവിടെ ഇങ്ങനെ
ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 രൂപയായിരുന്നു ഒരു ഗ്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് തന്നെ പറിച്ച തണ്ണിമത്തങ്ങ എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഓറഞ്ചും റെഡും യെല്ലോയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ടായിരുന്ന ഒരു വണ്ടി ഇനി കച്ചവടത്തിനായിട്ട് പച്ചക്കറികളെല്ലാം സെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അന്നേരം അവിടെ കണ്ട പച്ചക്കറികളെല്ലാം ഇവിടെ കൊണ്ടുപോയാണ് കേട്ടോ ഇവർ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കേട്ടോ അവർ കൃഷി ചെയ്യുന്ന പാടം കാണുന്നത്. അങ്ങനത്തെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തണ്ണിമത്തങ്ങ എല്ലാം കട്ട് ചെയ്ത് നോക്കുകയാണ്. ഉള്ളു ഓറഞ്ച് വരുന്ന തണ്ണിമത്തങ്ങ ആയിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ യെല്ലോ കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ലൈറ്റ് ഒരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അല്ല അസ്ഥലം മധുരം തന്നെയായിരുന്നു കേട്ടോ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തങ്ങയും അതുപോലെ പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഇത്രയ്ക്ക് കൊള്ളട്ടെ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.